ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുപരിപാടി ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ MKB മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജാലിയൻ വാലാബാഗിന്റെ കൂട്ടക്കൊലി, അതേപോലെ ദണ്ഡി യാത്രയും ക്വിറ്റ് ഇന്ത്യ സമരവും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ചരിത്രം പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ജാലിയൻ വാലാബാഗ് എന്താണ് ദണ്ഡി സമരം, എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം, ഇതൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ മതിൽ നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ. നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്കതിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ നടന്നിട്ടുള്ള സമരമാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അന്ന് റൗളറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു കിരാത നിയമം കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുകയും അതറിഞ്ഞ അന്നത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഗാന്ധിജി, റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർ, HR പ്രിയ, ഷെബീർ ഷൂവേൾഡ്, ടീം അംഗങ്ങളായ പ്രജിത്ത്, അനിത ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ മുഹമ്മദ് സാർ സസ്പെൻസ് ആയിട്ട് വയ്ക്കും. ഇന്നലെ രാത്രി എന്നോട് 10 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഡ്യൂട്ടി ഡ്രസ്സ് വേണ്ട, എക്സിക്യൂട്ടീവ് ലുക്കിൽ വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. രാവിലെ ഇവിടെ വന്ന് ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് എന്നോട് പറയുന്നത് ഇന്നുവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇതേമാതിരി സുരേഷേട്ടൻ വേണം ഉയർത്താന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടറായി പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും സസ്പെൻസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ മുഹമ്മദ് സാറ്. ആ ഇതില് ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവങ്ങൾ പങ്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ പറയുക, എന്താണെന്ന് എനിക്ക് തന്നെ ഒരു ഇതില്ലാത്ത കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ചെറുപ്പക്കാരായ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ ബലത്തിലാണ് നമ്മളുടെ രാജ്യം ഇന്നും നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യൻ ഡിഫൻസിനെ വന്നിട്ട് 3 തരംതിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒന്ന് നാവികസേന, ഒന്ന് വ്യോമസേന, ഒന്ന് ആർമഡ് ഫോഴ്സ്. അങ്ങനെ 3 തരംതിരിക്കും. ഇതില് നാവികസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽപ്പട, വ്യോമസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനപ്പട, ആർമഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാൽപ്പട. അങ്ങനെ 3 തരംതിരിച്ച് 3 വിഭാഗങ്ങളിലാണ് നമ്മുടെ ഡിഫൻസ് വർക്കാവുന്നത്. ഇതിൽ നാവികസേനയിലായിരുന്നു ഞാൻ 14 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിലെനിക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെയാണ് ഞാനിത് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത്. റിട്ടയർമെൻറ്റ് വാങ്ങി പോകുന്നത്. മാനേജ്മെന്റ് അംഗങ്ങളായ ജാഫർ NA, ഷിബിൽ അഹമ്മദ്, അജ്നാസ്, റയീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനേജ്മെന്റ് അംഗം സക്കീർ ഹുസൈൻ സ്വാഗതവും ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ നന്ദിയും പറഞ്ഞു. തുടർന്ന് ടീം മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ റിട്ടയർഡ് നേവി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് നായർക്ക് മാനേജ്മെന്റ് അംഗം ജിയാദ് ജൌഹർ ഉപഹാരം കൈമാറി. ദേശസ്നേഹവും ഐക്യവും വിളിച്ചോതിയ ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്ററിലെ ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും സജീവമായി പങ്കെടുത്തു. TVN ന്യൂസ്, തിരൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.